നമ്മൾ എങ്ങനെ വിളിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മുടെ രക്ഷയ്ക്ക് എത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ദ്രൗപദിയുടെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദ്രൗപദി ആ സമയത്ത് എല്ലാവരുടെയും പറയുന്നുണ്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ പിതാമഹന് പോലും രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് സത്യം. അവസാനം ദ്രൗപദി തൻ്റെ കണ്ണനെ വിളിച്ച് കരയാണ്. കണ്ണ, ഭഗവാനെ, കൃഷ്ണ, ശ്രീകൃഷ്ണ, കരുണാനിധി, ഗോകുലവാസ, വെണ്ണക്കണ്ണ, മധുരാധിപതേ, ആപൽപാന്തവനെ, കരുണാമയനെ, കരുണാമൂർത്തി എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഭഗവാൻ എത്തുന്നില്ല, കൃഷ്ണൻ വരുന്നില്ല രക്ഷിക്കാൻ. അവസാനം ദ്രൗപദി കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ കൃഷ്ണ, നീയും എന്നെ കൈവിടിഞ്ഞോ എന്ന്. എന്നിട്ട് ദ്രൗപദി ഹൃദയത്തിൽ നിന്ന് വിളിക്കുകയാണ്, ഹൃദയകമലവാസ ഭഗവാനെ ശ്രീകൃഷ്ണ എന്ന്. ആ നിമിഷം തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ ദ്രൗപദി രക്ഷിക്കുന്നതാണ് നമുക്കറിയാവുന്നത്. അതുപോലെ നമ്മളും ഹൃദയത്തിൽ നിന്ന് ഭഗവാനെ ഭക്തിയോട്